നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഇന്നലെ നമ്മളുടെ സൈനികർ എല്ലാ വിഭാഗങ്ങളോടും ഒരുമിച്ചിട്ട് ഇന്നലെ ഒരു അറ്റാക്ക് ചെയ്യുകയുണ്ടായി. കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു അറ്റാക്ക് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്തിനകത്തുള്ള തീവ്രവാദികൾക്കെതിരെ നടത്തുകയുണ്ടായി. ശ്രദ്ധിക്കണം, അവരുടെ സിവിലിയൻസിനെ ബാധിച്ചിട്ടില്ല, അതുപോലെ തന്നെ അവരുടെ മിലിറ്ററിയും പട്ടാളക്കാരെയും ബാധിക്കാത്ത രീതിയിൽ പ്രിസിഷനായിട്ടുള്ള അറ്റാക്കാണ് നടത്തിയത്. ഓക്കെ, സർജിക്കൽ സ്ട്രൈക്ക് തന്നെയായിരുന്നു, അതായത് മിന്നൽ ആക്രമണമാണ് നടത്തിയത്. അത് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് എന്ത് ചെയ്തു, അവരുടെ റാഡാറുകൾ പോലും വെട്ടിച്ചതിന് ശേഷം നമ്മളുടെ മിസൈലുകൾ അവിടെ എത്തി വളരെ പ്രിസൈസായിട്ട് പാകിസ്ഥാനിൽ ഉള്ള ഭീകരന്മാരുടെ, അതും തലമൂത്ത ഭീകരന്മാരുടെ ആസ്ഥാനങ്ങളാണ് അടിച്ചു നശിപ്പിച്ചത്. അപ്പം ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവിടെയുള്ള കുറേ ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അവർ പറയുന്നത് അത് വിക്ടറി അല്ല, അതൊരു വിക്ടറി ആയിട്ട് നമുക്ക് കരുതാൻ പറ്റത്തില്ല, അതൊരു മുറിവാണെന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു ഭീകര രാജ്യമാണ്. അത് എന്തൊക്കെ പറഞ്ഞാലും അത് ഭീകര രാജ്യം തന്നെയാണ്. നമ്മളുടെ മാന്യതയ്ക്കാണ് നമ്മൾ എന്ത് ചെയ്തത്, അവരുടെ പട്ടാളക്കാരെ പോലും തൊടാറുണ്ട്. അവിടെ ഈ പറഞ്ഞതുപോലെ ഈ തീവ്രവാദികളെ മാത്രം അടിച്ചത്, അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് അടിച്ചത് നമ്മളുടെ മാന്യത കൊണ്ടാണ്. ഈ പട്ടാളക്കാർക്ക് അതിനകത്ത് പങ്കുണ്ട്, ഈ ഭീകരാക്രമണത്തിനകത്തെല്ലാം പട്ടാളക്കാർക്ക് പങ്കുണ്ട്. ഇന്നലെ തന്നെ ഈ കുറേ തീവ്രവാദികൾ ചത്തല്ലോ. ഇവരുടെ മരണാനന്തര ചടങ്ങുകൾക്ക് നിന്നത് പാകിസ്ഥാൻ പട്ടാളവും പോലീസുമാണ്. ഓക്കെ, അവർക്ക് ആദരവ് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ടൊക്കെ അവിടെ നിന്നത് ഈ പറഞ്ഞ പോലെ പാകിസ്ഥാൻ പട്ടാളക്കാരും പോലീസുകാരുമാണ്, മുതിർന്ന പട്ടാളക്കാരും പട്ടാള മേധാവികളൊക്കെയാണ് ഇന്നലെ അവിടെ ഉണ്ടായിരുന്നത്. ഇതിനകത്ത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടുന്ന കാര്യം, പാകിസ്ഥാൻ ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ പട്ടാളക്കാരും, അവിടെ പട്ടാള ഭരണമാണല്ലോ, അസീം മുനീർ നയിക്കുന്ന പട്ടാളമാണ് അവിടെ ഈ ഭരണം നടത്തുന്നത്. അല്ലാണ്ട് ഷഹബാസ് ഷെരീഫ് എന്ന് പറഞ്ഞ പ്രൈം മിനിസ്റ്റർക്ക് അവിടെ വലിയ പ്രാധാന്യമൊന്നുമില്ല. ഇന്നലെ പറയുന്ന കേട്ടു, പട്ടാളക്കാർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തു അടിക്കാനായിട്ട്. ഇയാൾ കൊടുക്കേണ്ടുന്ന കാര്യമൊന്നുമില്ല, അവർക്ക് വേണമെങ്കിൽ അടിക്കാം. ഓക്കെ, കാരണം അവിടെ ഭരിക്കുന്നത് പട്ടാളം തന്നെയാണ്, അല്ലാതെ പ്രൈം മിനിസ്റ്റർ അല്ല. ഓക്കെ, അല്ലാണ്ട് വേറെ ഗവൺമെൻറ് ബോഡിയൊന്നുമല്ല. അതാദ്യം മനസ്സിലാക്കുക. ഇനി ഇവിടെ ഉള്ളവർ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ യുദ്ധം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നാശനഷ്ടം ഉണ്ടാവും, രണ്ട് രാജ്യങ്ങൾക്കും നഷ്ടമുണ്ടാവും. അവിടെ ഈ പറഞ്ഞതുപോലെ കുട്ടികളുണ്ടെന്നോ അല്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞ കണക്ക് സ്ത്രീകളോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പ്രധാനപ്പെട്ട കാരണം ഇത് ഇന്നലെ തുടങ്ങിയ സംഭവമല്ല. ഈ പാകിസ്ഥാൻ്റെ ഇങ്ങോട്ടുള്ള ചോദിച്ചിൽ ഇന്ത്യ അങ്ങോട്ട് അടിക്കാൻ പോയിട്ടല്ല. നിങ്ങൾ ഒരു വർഷത്തെ കണക്ക് മാത്രം എടുത്താൽ മതി, എത്ര ജവാന്മാരാണ് നമ്മുടെ ബോർഡറിൽ മരിക്കുന്നതെന്നുള്ളത്. ഈ ജമ്മു കാശ്മീരിലാണെന്നുണ്ടെങ്കിൽ, അല്ലാത്തുള്ള ബോർഡറിലാണെന്നുണ്ടെങ്കിൽ, പാകിസ്ഥാൻ മിലിറ്ററി കാരണവും അല്ലാതുകൊണ്ട് അവർ വളർത്തിവിടുന്ന തീവ്രവാദി കുഞ്ഞുങ്ങളെ കാരണവും എത്ര ആളുകളാണ് നമ്മുടെ നാട്ടിൽ മരിക്കുന്നതിനുള്ള കണക്ക് നിങ്ങളൊന്ന് എടുത്താൽ മതി. ഒരിക്കലും നിങ്ങളത് പറയത്തില്ല. വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ 2001 പാർലമെൻറ്റ് ആക്രമണം തൊട്ട് ഇങ്ങോട്ട് തുടങ്ങിയിട്ടുള്ള എല്ലാ ആക്രമണങ്ങളും എടുത്ത് നോക്കി, യൂറി അറ്റാക്ക് ആണെങ്കിലും പുൽവാമയാണെന്നുണ്ടെങ്കിൽ, ഇതിനകത്തെല്ലാം പിന്നിൽ പാകിസ്ഥാൻ്റെ കാരണം ഉണ്ടെന്ന് ഇൻ്റർനാഷണൽ ഏജൻസികൾ വരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. അത് വളരെ വ്യക്തമായിട്ടുള്ള പങ്കാണ്. അല്ലാണ്ട് ഈ കാശ്മീരിൽ പിന്നെ എങ്ങനെയാണ് തീവ്രവാദികൾ വരുന്നത്? അവർ പൊട്ടിമുളക്കിനൊന്നും അല്ലല്ലോ. അല്ലെങ്കിൽ ചൈന വിടുന്നതാണോ, അല്ലെന്നുണ്ടെങ്കിൽ അമേരിക്ക വിടുന്നതാണോ? അല്ല, അവരെ പാകിസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെ അറിവോടുകൂടി തന്നെ അതിനകത്ത് വളർത്തിയെടുക്കുന്ന ആളുകളാണ്. ഓക്കെ, അപ്പം അതിന് പകരം ഒരു അറ്റാക്ക് നടത്തിയപ്പം നമ്മുടെ പട്ടാളക്കാരുടെ ഒപ്പം നിൽക്കേണ്ടുന്നതിന് പകരം, അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ്റിന് ഒപ്പം നിൽക്കേണ്ടുന്നതിന് പകരം ഇതുപോലെ നമുക്ക് സമാധാനമാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. സമാധാനം ചില ഘട്ടങ്ങളിൽ തിരിച്ചടിയാണ് ഏറ്റവും നല്ല പ്രതിരോധം, അറ്റാക്കാണ് ഏറ്റവും നല്ല പ്രതിരോധം നമ്മൾ പറയാറുണ്ട്. നമ്മൾ സമാധാനത്തോടെ അല്ലേ ഇപ്പോൾ ഇത്രയും വർഷം ജീവിച്ചത്. എന്നിട്ട് അവർ ആ ഒരു മര്യാദ ഇങ്ങോട്ട് കാണിച്ചു. പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ആ ഒരു ഭീകര രാജ്യം ഇങ്ങോട്ട് കാണിച്ചു. ഇപ്പോൾ ഇസ്രായേലിനുണ്ടായ അവസ്ഥ നമുക്കുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിരിച്ചടിക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് അവർ പറഞ്ഞത് ഈ ഇസ്രായേൽ ഈ പറഞ്ഞതുപോലെ മാക്സിമം സഹിച്ചും പുറത്തുമൊക്കെയാണ് പോയത്. ലാസ്റ്റ് അവർക്ക് എന്ത് പറ്റി, ഇരിക്കപ്പുറയത് ഇല്ലാതുണ്ടായി. അപ്പോൾ ലാസ്റ്റ് അവർ പറഞ്ഞെന്താണെന്നറിയാമോ, ഭീകരവാദത്തിൻ്റെ അടിവേര് വരെ ഇറക്കുമെന്നാണ് പറഞ്ഞത്. ഓക്കെ, അതിൻ്റെ അവസാനത്തെ ആളുകൾ തീവ്രവാദി വരെ മരിക്കുന്നതിന് വരെ അവരടിക്കുമെന്നാണ് പറഞ്ഞത്. തുരത്തി അടിക്കും. ഓക്കെ, അതാണ് വേണ്ടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഭീകരവാദം എന്ന് പറയുന്നത് ഒരു ക്യാൻസർ പോലെയാണ്. ഓക്കെ, നമ്മളതിൻ്റെ മുകളിലുള്ള മുഴ മാത്രം എടുത്ത് മാറ്റിയിട്ട് കാര്യമില്ല, അതിൻ്റെ വേരോടുകൂടി അതിൻ്റെ സെൽസ് മൊത്തത്തിൽ നശിപ്പിക്കണം. എങ്കിൽ മാത്രമേ പിന്നീട് അത് വരാതിരിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇത് വീണ്ടും പൊട്ടിമുളച്ചുകൊണ്ടിരിക്കും. ഇവിടെ പറയുന്നത് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു ക്യാൻസറാണ്. പാകിസ്ഥാൻ എന്ന് പറയുന്നത് രാജ്യം എന്ന് പറയുന്നത് ഒരു ക്യാൻസറാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അവിടെ സിവിലിയൻസിന് ഒഴിച്ചു കഴിഞ്ഞാൽ പട്ടാളക്കാർ ഉൾപ്പെടെ ഇന്ത്യക്കെതിരാണ്.
അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അവരുടെ രാജ്യത്തിന് ചിലപ്പോൾ അവരുടെ പട്ടാളക്കാർ വലുതാണെന്നുണ്ടെങ്കിൽ, പക്ഷെ നമുക്ക് ഈ പറഞ്ഞതുപോലെ നിങ്ങൾ നോക്കിയാൽ മതി, ഈ ലൈൻ ഓഫ് കൺട്രോളിൽ വെടിനിർത്തൽ ലംഘിക്കുന്നത് ആരാണ്? തുടർച്ചയായിട്ട് വെടിനിർത്തൽ ലംഘിക്കുന്നത് പാകിസ്ഥാൻ പട്ടാളമാണ്. ഈ തീവ്രവാദികൾക്ക് ഫണ്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ അവർക്ക് ഈ ട്രെയിനിങ് കൊടുക്കുന്നതും അല്ലെങ്കിൽ അതിനുള്ള താമസ സ്ഥലങ്ങൾ ഒരുക്കുന്നതും ആരാണ്? ഈ പാകിസ്ഥാൻ്റെ സമ്മതത്തോടെ അല്ലേ? നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? അതോ അമേരിക്കയാണോ അതിന് സ്ഥലം കൊടുക്കുന്നത്? അത് ഇവർ മണ്ണിൽ നിന്നങ്ങാണം പൊങ്ങി വരുന്ന സംഭവം പോലെയാണോ ഈ തീവ്രവാദികളെന്ന് പറയുന്നത്? വളരെ വ്യക്തമാണ്, പാകിസ്ഥാൻ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ. ഓക്കെ, ഇവരെ പാൽ കൂട്ടി വളർത്തുന്നത് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഭീകര രാജ്യമാണ്. അത് ഇനിയെങ്കിലും മനസ്സിലാക്കുക. അവിടെ നമ്മൾ ഈ പറഞ്ഞതുപോലെ സമാധാനം ഒന്നും വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു കാര്യം ഇല്ല. തിരിച്ചടിക്കേണ്ടുന്ന സമയത്ത് അടിക്കണം. ഇന്ത്യയുടെ മാന്യത അനുസരിച്ചിട്ടാണ് ഇന്നലെ എന്ത് ചെയ്തത്? അവരുടെ, അതായത് ഈ ഭീകരന്മാരുടെ താവളം മാത്രം നോക്കി അടിച്ചത്. അതിൽ ഈ പറഞ്ഞ സിവിലിയൻസ് ബാധിച്ചിട്ടില്ല, അതേ കണക്ക് തന്നെ ഒരു പട്ടാളക്കാരന് പോലും പുറൽ പറ്റിയിട്ടില്ല എന്ന് അവർ വ്യക്തമാണ്. അത് അവരും കൺഫേം ചെയ്തിട്ടുള്ള കാര്യമാണ്. വേറെ ആർക്കും ഒന്നും പറ്റിയിട്ടില്ല. അത് ഇന്ത്യ കാണിക്കുന്ന മാന്യതയാണ്. ഇന്ത്യ എന്നും മാന്യത വിട്ടൊരു കളി ഇതുവരെ കളിച്ചിട്ടില്ല. പക്ഷെ ആ ഒരു മാന്യത അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്നില്ല. ആ സമയത്താണ് ഇവിടെ കുറേമാർ വന്നിട്ട് യുദ്ധം അതാ ഇതാ മറ്റേതാ മറിച്ചതാ ഇപ്പം അടിച്ചത് പോലും ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട്. അത് നിങ്ങൾക്ക് അതാണ്. അപ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്, നമ്മളുടെ ആരെങ്കിലും എന്തെങ്കിലും പറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് ഒന്നും പറ്റിയില്ല. ഇപ്പോൾ ഇത്രയും മരിച്ചതൊക്കെ ആരാണ്? പാകിസ്ഥാൻകാരാണ്. ഇവിടെ വന്നിട്ട് 26 പേര് മരിച്ചത് പാകിസ്ഥാൻകാരാണ്. അല്ലല്ലോ, നമ്മളുടെ രാജ്യക്കാർ തന്നെയല്ലേ മരിച്ചത്. ഇവിടെ വന്ന ടൂറിസ്റ്റുകൾ ഉൾപ്പെടെ മരിച്ചു. എന്നിട്ടും അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാനം. എന്ത് സമാധാനമാണ്? തിരിച്ചടി കൊടുക്കേണ്ടുന്ന സമയത്ത് തിരിച്ചടി കൊടുക്കുക. ഓക്കെ, ജയ് ഹിന്ദ്.